വൈക്കം നഗരത്തിലെ ഹോട്ടലിൽ നിന്നുണ്ടായ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ വൈക്കം നഗരസഭ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ വൈക്കം ബ്ലോക്ക് കമ്മിറ്റി. പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ വൈക്കം ബ്ലോക്ക് സെക്രട്ടറി ആനന്ദ് ബാബു നിർവഹിച്ചു. വൈക്കം കച്ചേരിക്കവലയിലെ ഹോട്ടലിൽ നിന്നുണ്ടായ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവത്തിലാണ് ഡിവൈഎഫ്ഐ വൈക്കം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംഭവത്തിൽ വൈക്കം നഗരസഭ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധ പ്രകടനവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചുകയറി. ബ്ലോക്ക് പ്രസിഡന്റ് ബ്രിജിൻ പ്രകാശ് അധ്യക്ഷനായി. വൈക്കം നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നിരവധി പേരാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. നിരവധി ആളുകളുടെ സ്ഥിതി ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ വൈക്കം നഗരസഭയുടെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭവുമായി മുന്നോട്ട് വരേണ്ടി വന്നത്. വൈക്കം നഗരത്തിലെ ഒരു ഹോട്ടലുകളിലും അഷ്ടമി കാലത്ത് നടത്തുന്ന പരിശോധനയ്ക്കപ്പുറം ഒരു പരിശോധനയും വൈക്കത്തെ ഒരു ഹോട്ടലുകളിലും നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകാറില്ല. ഒരു പഴകിയ ഭക്ഷണങ്ങളെ പറ്റി പരിശോധിക്കുകയും പരാതി വന്നാൽ പരിശോധിക്കാമെന്നത് മാത്രമാണ് നഗരസഭയിലെ പല അധികൃതരോട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി. ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഈ സമരത്തിൻ്റെ ഭാഗമായി ചെയർപേഴ്സൺ ഇവിടെ എത്താതിരിക്കുന്ന സാഹചര്യത്തിൽ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ വൈക്കം നഗരത്തെയും സമീപ പ്രദേശങ്ങളിലുമുള്ള ഹോട്ടലുകളിൽ കർശനമായ പരിശോധന നടത്തുമെന്നും ഇടവേളകളിൽ കൃത്യമായി ഷാഡോ പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇവ പിടിച്ചെടുക്കുന്നതിനും വൈക്കം നഗരത്തിലെ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുന്നതിനുമുള്ള ഉറപ്പ് ഡിവൈഎഫ്ഐക്ക് ലഭിച്ചതിനെ തുടർന്നാണ് നാം ഈ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഇവിടെ അവസാനിപ്പിച്ചത്. കച്ചേരിക്കവലയിലെ ഹോട്ടലിൽ നിന്നും അൽഫാം കഴിച്ചതിൽ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം നടത്തിയത്. അഷ്ടമിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകൾക്ക് ശേഷം ഒരു തരത്തിലുള്ള പരിശോധനയും വൈക്കത്തെ ഹോട്ടലുകളിൽ നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നിരവധി പേരാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വൈക്കം താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സ തേടിയത്. ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം തൊടുപുഴയിൽ നടക്കുന്ന MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ പോയ വിദ്യാർത്ഥികളും തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വൈക്കം നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹോട്ടലുകളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തി ഗുണനിലവാരമുള്ള ഭക്ഷണം ഉറപ്പാക്കുക തുടങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ട മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ച ശേഷമാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം P. സജിത, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ KM കണ്ണൻ, സിബി ബാബു, HI റോഹൻ, ഗോകുൽ കൃഷ്ണൻ, PJ വിനീഷ്, ആരോമൽ തമ്പി, വിജീഷ് വിജയൻ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വൈക്കം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്